കുട്ടനാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച റെജി ചെറിയാന് ചൊവ്വാഴ്ച വൈകിട്ട് ജന്മനാടായ പത്തിയൂരിൽ ആദരവ് നൽകും. പത്തിയൂർ ജനാവലിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 6 മണിക്ക് ചിറ്റാൻകേരി ജംഗ്ഷനിലാണ് സ്വീകരണം. വൈകുന്നേരം 5 മണിക്ക് ഏവൂർ ക്ഷേത്രത്തിന്റെ ആൽത്തറ ജംഗ്ഷനിൽ നിന്നും തുറന്ന ജീപ്പിൽ സ്വീകരണ ജാഥ ആരംഭിക്കും. റെജി ചെറിയാൻ എന്ന വ്യക്തി കുട്ടനാടിൻ്റെ പ്രതിനിധിയായി മത്സരിച്ചു, അതായത് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. നല്ലൊരു വിജയം അദ്ദേഹത്തിന് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് കുട്ടനാട് പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും നാളും ഏകദേശം 5000-7000 ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ ദിവസം 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഞാനും അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് പത്തിയൂരിൻ്റെ ഒരു ആദരവ് ഇന്ന് വൈകുന്നേരത്ത് ഞങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏവൂർ അമ്പലത്തിനടുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏനാവണങ്ങര വഴി പത്തിയൂർ ഞങ്ങൾ ജനിച്ചു വളർന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അവസാനിക്കുന്നു. അതിലോട്ട് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, തച്ചിരി പ്രഭാകരന് ശേഷം ഏകദേശം 40 വർഷത്തിന് ശേഷമാണ് നമുക്കൊരു MLA നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും കിട്ടുന്നത്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾക്കും നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ തന്നെ ഇദ്ദേഹം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുട്ടനാടിന് വേണ്ടിയിട്ടും കായംകുളത്തിന് വേണ്ടിയിട്ടും ഒക്കെ ലിജുവിനോടൊപ്പം ഒക്കെ നിന്നുകൊണ്ട് ലിജുവും നമുക്ക് ഒരു MLA ലിജുവുണ്ട് കൂട്ടത്തിൽ തന്നെ. അപ്പോൾ 2 MLAമാരാണ് നമുക്ക് കായംകുളത്ത് ഉള്ളത്. ലിജു മന്ത്രിയാകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. ലിജുവിൻ്റെ മന്ത്രിസ്ഥാനം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കായംകുളത്തിന് അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ ഒരു കുട്ടനാടിനും അതുപോലെ തന്നെ കുട്ടനാടിനും ഏറ്റവും നല്ല ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കുട്ടനാടിലെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് റെജി ചെറിയാൻ എന്നുള്ള വ്യക്തി ഏറ്റെടുത്തിട്ടുണ്ട്.